വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. എസ് വിപിനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ബിപിൻ ദാസും അതുപോലെ തന്നെ സാഹു ഗരപതിയും കൂടിയാണ് രചന കൈകാര്യം ചെയ്തിരിക്കുന്നത്. വാഴ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ബിപിൻ ദാസ് എഴുതുന്നതും അതുപോലെ തന്നെ ആ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ ഒന്നിച്ച് വരുന്ന ഒരു സിനിമ കൂടിയാണ് വാഴ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തുണ്ടായിരുന്ന ജോമോൻ ജ്യോതിർ, സിജു സണ്ണി, അസീസ് നെടുമങ്ങാട്, നോബി എന്നിവരൊക്കെ ഈ സിനിമയിലും ഉണ്ട്. അതുകൂടാതെ തന്നെ കുറച്ച് പേരും കൂടി ആഡ് ഓൺ ആയിട്ടുണ്ട്. മല്ലിക സുകുമാരൻ, അനശ്വര രാജൻ, ബൈജു സന്തോഷ്, അങ്ങനെ കുറച്ച് പേരും കൂടിയൊക്കെ അതിൻ്റെ അത് കൂടുതൽ വന്നിട്ടുണ്ട്. എന്തായാലും ട്രെയിലർ നമുക്ക് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ട്രെയിലർ റിലീസായിട്ടുള്ളത്. നമ്മുടെ ട്രെയിലറിൻ്റെ ഫോട്ടോയിൽ തന്നെ കാണാം മല്ലിക സുകുമാരൻ ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഏതാണ്ട് ഒരു വല്യമ്മയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കൊച്ചുമക്കളും അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഫോട്ടോസ് കാണുമ്പോഴും. അതുപോലെ തന്നെ ലൊക്കേഷനിൽ ഇവരുടെ കുറേ ജോക്സും കാര്യങ്ങളൊക്കെ കാണുമ്പം ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അധികം സമയം കളയാതെ ട്രെയിലർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ലെറ്റ്സ് റിയാക്ട്. സൗണ്ട് എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? യെസ്. നമ്മളിവിടെയൊക്കെ മരണ വീട്ടിലെ അടി ആദ്യമായിട്ടാണ് അല്ലേ ചേച്ചി? കൊല്ലത്തൊക്കെ ഉണ്ട്. എല്ലാരും ഉണ്ടല്ലോ. സഹിക്കാൻ പറ്റില്ല. ഞാൻ ചിരിച്ചു. അത് നൈസായിരുന്നു. അവളെ മേളൊരു കണ്ണോണം കേട്ടോ. അവളെ കരഞ്ഞിട്ട് മൂക്ക് വീണതൊക്കെ കാണണം. മര്യാദക്ക് നീ എന്റെ അച്ഛനമ്മയെ വിളിച്ചോ. നിന്റെ കോൾ ലിസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തേക്ക്. നീ എന്തൊരു തീരുമാനിച്ച് എന്തോന്ന് ഈ തൂങ്ങ ചാവണ അതോ വിഷം കഴിക്കണം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സമയത്ത് മരിച്ചത് തന്നെ ശരിയായി. നീ ഒരു പോരാളിയാണ്. എല്ലാവരും ഉണ്ട്. പറഞ്ഞു ശാസ്ത്ര സാഹിത്യ ലക്ഷം ഇവിടെ എല്ലാണോ ഭ്രാന്തന്മാരാണ്. എടാ നിനക്ക് വേണമെങ്കിൽ നിൽക്കാൻ, അല്ലെങ്കിൽ പോവാ. ഞാൻ ഒരിക്കലും നിന്നെ എവിടെ പിടിച്ചു വെക്കൂല. അത് കലക്കിട്ടാ. അൻകിത് മേനോനാണ് മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. ജോൺ കുട്ടിയാണ് എഡിറ്റർ. റഹീം അബൂബക്കറാണ് ഇതിൻ്റെ DOP. കൊള്ളാം. നൈസ. ആ ടീം ഒന്നിച്ച് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ പ്രതീക്ഷിക്കാമല്ലോ. വിപിൻ ദാസിൻ്റെ പടത്തിൽ വിപിൻ ദാസ് എഴുതുമ്പോൾ അതിൽ തിയേറ്ററിൽ നമുക്ക് ചിരിക്കാനുള്ള ഒരു കണ്ടൻറ് ഉണ്ടായിരിക്കും. എനിക്ക് ഒന്നാമത് ഈ ജോമോൻ ജ്യോതിറിനെയും സിജു സണ്ണീനെയൊക്കെ കാണുമ്പോഴേ എനിക്ക് ചിരി വരും. കാരണം അവരുടെ ഡയലോഗ് ഡെലിവറിയും അതെല്ലാം നമ്മൾ റീൽസിലും ഒക്കെ കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവർ സിനിമയിലോട്ട് എത്തിയത്. സോ ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് സിനിമയിലേക്ക് വരുമ്പോൾ പലരും ഓവർ ആവാറുണ്ട്. പക്ഷേ ഇവർ കറക്റ്റ് മീറ്റർ പിടിച്ച് ഇവർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫീല് കിട്ടും. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഒരു വല്യമ്മയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ അതിൻ്റെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ട്രെയിലറിൽ. എന്നാലും ഒരു മരണവീടും അവിടെ നടക്കുന്ന കുറേ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് സിനിമയുടെ പശ്ചാത്തലം. അപ്പോൾ മരണവീട്ടിലൊക്കെ അടി നമ്മളും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. മരണവീട്ടിൽ നടക്കുന്ന കുറച്ച് ഇവൻസുകളൊക്കെ ഇതിൻ്റെ അകത്ത് അവിടെ അങ്ങിങ്ങായിട്ട് കാണിച്ചു പോയി. അപ്പോൾ അതൊക്കെ ഭയങ്കര റിലേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ്. എന്തായാലും കൊള്ളാം. നല്ലൊരു ട്രെയിലറാണ്. തിയേറ്ററിൽ നല്ല ചിരി ഉണ്ടാക്കുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ജൂൺ 13-നാണ്, ഈ വരുന്ന ആഴ്ചയാണ് ചിത്രത്തിൻ്റെ റിലീസ്. ഒഡീഷ റിലീസ് ഉണ്ടോ എന്നറിയില്ല. ഇപ്പം ബുക്ക് മൈ ഷോയിൽ കാണിക്കുന്നുണ്ട്. ബട്ട് റിലീസ് ഉണ്ടോ എന്നുള്ളതാണ് അറിയത്തില്ലാത്തത്. മേ ബി ഒരു ദിവസത്തേക്ക് കാണുമായിരിക്കും. ഉണ്ടെങ്കിൽ എന്തായാലും കൺഫേം പോയി കണ്ടിരിക്കും. കാരണം ആ ഒരു ഗ്യാങ്ങിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. കാരണം വാഴ എന്ന് പറയുന്ന സിനിമ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ 2 തവണ തിയേറ്ററിൽ പോയി കണ്ട ഒരു സിനിമയും കൂടിയാണ്. സോ ആ ടീം ഒന്നിക്കുമ്പോൾ വീണ്ടും ആ പടമൊന്നും ആ ഒരു ടീമിൻ്റെ ഒരു സിനിമ കാണാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും.
സോ എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.